മേരി ടീച്ചറും ജോയിൻ ചെയ്തിട്ടുണ്ട്. മേരി ടീച്ചർ കേൾക്കാമല്ലോ അല്ലേ? മേരി ടീച്ചർ അല്ല, ആങ്കർ അനിൽ നമ്പ്യാറാ. എൻ്റെ ശബ്ദം മറന്നോ? ഓക്കെ അനിൽ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ടീച്ചറെ ഇന്നലെ വരെ ചില പ്രതീക്ഷകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, ബജറ്റ് ഇങ്ങനെ ആയിരിക്കുന്നൊക്കെയുള്ള. ആ പ്രതീക്ഷ നിറവേറ്റാൻ ധനമന്ത്രിക്ക് സാധിച്ചോ? ഇല്ല, ഒരു കാരണവശാലും ബജറ്റിൽ പ്രതീക്ഷിച്ചതൊന്നും തന്നെ സാധ്യമാക്കാനായിട്ട് ഈ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബജറ്റ് തുടങ്ങുന്നത് തന്നെ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പഴി പറയേണ്ട കാര്യങ്ങളൊന്നും വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോഴില്ല. അതായത് കേന്ദ്രത്തിൻ്റെ കേന്ദ്രം അവഗണിച്ചത് കൊണ്ടല്ല കേരളം ധനപ്രതിസന്ധിയിലേക്ക് ആഴ്ന്ന് പോയത്. കേരളത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം കേന്ദ്രം 15ാം ധനകാര്യ കമ്മീഷൻ ചതിച്ചു, തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ പല ചാനലുകളിലും പറഞ്ഞു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 18 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനമാണ് കേരളം. അതായത് 54,141 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേരളത്തിന് കിട്ടി. അത് ഘട്ടം ഘട്ടമായി ഓരോ വർഷവും കുറഞ്ഞു വരും. അവസാന വർഷമായപ്പോഴേക്കും അത് ഇല്ലാതെയായി. അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 15th ഫിനാൻസ് കമ്മീഷൻ പക്ഷേ നോംസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് കേരളത്തിനും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ. എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കുറവ് വന്നത്? അതായത് നമ്മുടെ പോപ്പുലേഷൻ പോളിസി കൃത്യമായിട്ട് നടപ്പാക്കിയ സംസ്ഥാനങ്ങളായതുകൊണ്ടാണ് കുറഞ്ഞു പോയത്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏറ്റവും കുറഞ്ഞത് കർണാടകത്തിനാണ്. അത് കണക്ക് സഹിതം ഞാൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറഞ്ഞ കർണാടകത്തിന് ധനപ്രതിസന്ധി ഇല്ല, പക്ഷേ കേരളത്തിന് ധനപ്രതിസന്ധിയുണ്ട്. നമുക്ക് കുറഞ്ഞതിനേക്കാൾ ഇരട്ടിയാണ് കർണാടകത്തിന് കുറഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഡെവല്യൂഷൻ അനുസരിച്ചുള്ള തുക. എന്നിട്ടും കർണാടകത്തിനോ മറ്റ് ഒരു തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിനും ഇല്ലാത്ത ധനപ്രതിസന്ധി കേരളത്തിനുള്ളത് ഈ 15ാം ധനകാര്യ കമ്മീഷൻ വഴിയാണെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ കേന്ദ്രം ആവശ്യത്തിലധികം സെസ്സും സർചാർജും പിരിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങളെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഒരു കാരണവശാലും വിസ്മരിക്കുന്നില്ല. പക്ഷേ അതല്ല ഇവർ പറയുന്നത്, അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇവരെ മാത്രമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാത്രം അവഗണിച്ചു എന്ന് പറയുന്നത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ ആരാൻ്റെ തലയിലേക്ക് പഴി ചാരിക്കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് നടത്തുകയാണ് എന്ന് പറയുന്ന ആ രീതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ബജറ്റിൽ ഉടനീളം നമ്മൾ കാണുന്നത് വെറും പ്രഖ്യാപനങ്ങളാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഓരോ പദ്ധതിക്ക് 5 കോടി, 1 കോടി, 2 കോടി ഈ തരത്തിലാണ്. അതൊന്നും നിലം തൊടുന്ന പദ്ധതികളല്ല, അതൊന്നും നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതികളല്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതെല്ലാം പാലിച്ചു എന്നാണ്. അവർ ടിക്കിട്ട് പാലിച്ചു കാണും. കാരണം പാലിച്ചില്ല എന്നതിൻ്റെ തെളിവ് നമുക്കുണ്ട്. ജനുവരിക്ക് തൊട്ട് മുൻപാണ് ഗവൺമെൻറ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് പദ്ധതി വിഹിതത്തിൻ്റെ 50% വെട്ടിക്കുറച്ചു എന്ന്. അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോഴേക്കും വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു, വീണ്ടും വെട്ടിക്കുറയ്ക്കുന്നു പദ്ധതി ചെലവ്. അപ്പം ധനപ്രതിസന്ധി അത്ര രൂക്ഷമായി. അങ്ങനെ രൂക്ഷമായ ധനപ്രതിസന്ധി ഈ പദ്ധതി ചെലവുകൾ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ശമ്പളവും പെൻഷനും പലിശയൊക്കെ കൊടുത്തില്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. ബാക്കി അതായത് മൂലധനമായിട്ട് ചെലവഴിക്കേണ്ടിയിരുന്ന അതാണല്ലോ പദ്ധതി ചെലവുകൾ എന്ന് പറയുന്നത്. ആ പദ്ധതി ചെലവുകളാണ് വെട്ടിക്കുറച്ച് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അറിയാം അന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും പ്രാവർത്തികമാക്കാതെ, അതാണ് ഔട്ട്കം ബജറ്റ് എന്ന് പറയുന്ന. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത് എന്തെങ്കിലും നടപ്പാക്കിയോ എന്ന് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയാൽ ഒരു ബിഗ് വട്ടപൂജ്യം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതൊരു 30% താഴെയായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുകയാണ്. ഇത്ര രൂക്ഷമായ പ്രതിസന്ധിയും ഇത്ര വെട്ടിക്കുറയ്ക്കലുകളും നടത്തി കഴിഞ്ഞാലും ഒരു പ്ലെയിനിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ ഒക്കില്ല. അത് നിലത്ത് കിടന്ന് നിരങ്ങും, അതിൽ കൂടുതലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരിക്കും, അതിൽ കൂടുതലൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബജറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 70ഓളം പദ്ധതികൾ ഈ 5 കോടി 1 കോടി എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതൊന്നും നിലം തൊടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും അത്ഭുതത്തോടെ നോക്കിയ ഒരു പ്രൊവിഷൻ, ഒരു ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്
കാർഷിക മേഖലയ്ക്ക് 227 കോടിയാണ് കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതേ സമയത്ത് കുടുംബശ്രീക്ക് 275 കോടി. കുടുംബശ്രീ എവിടെ കിടക്കുന്നു? കേരളത്തിൻ്റെ സാർവത്രിക കൃഷി എവിടെ കിടക്കുന്നു? ആ കൃഷിക്ക് 227 കോടി കൊടുത്തുകൊണ്ട് കുടുംബശ്രീക്ക് 275 കോടി കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോകും. ആ സംശയം ദൂരീകരിക്കാൻ അദ്ദേഹത്തിനേ കഴിയൂ. പക്ഷേ തീർച്ചയായിട്ടും ഈ ബജറ്റിൻ്റെ അസന്തുലിതാവസ്ഥ ഇത് വളരെ പ്രകടമാണ്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ 3 വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെ കേരളത്തിൽ രൂക്ഷമാണ്. ഓൾ ഇന്ത്യ തലത്തിലുള്ളതിനേക്കാൾ രൂക്ഷമാണ് കേരളത്തിൽ. അതുപോലെ തന്നെ അസമത്വ വർധനവ്. ഈ അസമത്വ വർധനവ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്ലാൻ സ്പേസിലൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്ത്, അതായത് 90% കേന്ദ്രവും 10% സംസ്ഥാനവും, അങ്ങനെ കൊടുത്ത ഫണ്ട് പോലും വകമാറ്റി ചെലവഴിച്ചു. അതുകൊണ്ട് ഈ പറയപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി അത് കുടുംബങ്ങളെ ആശ്ലേഷിക്കുന്ന പദ്ധതിയാണ്, കുടുംബക്ഷേമത്തിന് സഹായകമായ പദ്ധതിയാണ്. മാത്രവുമല്ല അസമത്വം അതുകൊണ്ട് തന്നെ കുറച്ചു കൊണ്ടുവരും. ആ പദ്ധതിക്ക് കിട്ടിയ ഫണ്ട് പോലും 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും ചെലവഴിക്കുന്ന ഫണ്ട് പോലും മിസ്യൂസ് ചെയ്തു അല്ലെങ്കിൽ വകമാറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷേ എല്ലാ ചാനലുകളിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ CPMൻ്റെ പ്രതിനിധികൾ വന്നു നിന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തുകയാണ്. അത് കേട്ട് അതിനനുസരിച്ചാണ് ഇവർ PR വർക്ക് ചെയ്തത്. ഈ മറ്റ് വകുപ്പ് പ്ലാൻ പദ്ധതി ചെലവുകളൊക്കെ വെട്ടിക്കുറയ്ക്കുമ്പോഴും മുഖം മിനുക്കൽ പരിപാടി, PR വർക്ക് അതിനൊരു കുറവും വരുത്തുന്നില്ല. അത് ഇഷ്ടം പോലെ വലിയ പുതിയ PR ഏജൻസികളെ കൂട്ടിച്ചേർക്കുക ഓരോ സമയവും. അങ്ങനെ വീണ്ടും ഭരണത്തിൽ വരാനുള്ള എല്ലാ കൺകെട്ട് വിദ്യകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ജനത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടുന്ന തരത്തിൽ ഒരു ബജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ ഓർത്തു പോവുകയാണ്. അതായത് ധനമന്ത്രി ബാലഗോപാൽ വരുമാന സമാഹരണം നടത്തുന്നു, പക്ഷേ അത് ചെലവഴിക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് വളരെ സർക്കാസ്റ്റിക് ആയിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതെ സർക്കാസ്റ്റിക് ആണ്, പക്ഷെ അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ആ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് ഈ ബജറ്റ് കണ്ടപ്പോൾ ആ അഡ്വക്കേറ്റിനെ ഞാൻ 100% അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്? ഈ ഗവൺമെൻറ് പോകാൻ സമയത്തേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 ആക്കിയില്ല, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തില്ല. അതൊക്കെ കാരണം കൊണ്ട് ഈ ഗവൺമെൻറ് വളരെ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായ ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഫ്രീ ബീസോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ ഒരു ജിമ്മിക്സ് മാത്രമാണ്, ഒരു സ്ട്രാറ്റജിയാണ്, ജിമ്മിക്സ് എന്ന് പറയണ്ട. ആ ടീച്ചർ നേരത്തെ കാർഷിക മേഖലയ്ക്ക് അനുവദിക്കപ്പെട്ട വിഹിതം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ ഈ വയനാട് തുരങ്കപാതയ്ക്ക് 2134.50 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. തുരങ്കപാതയ്ക്ക് കമ്മീഷനും അതും ഇവരെ പോകുന്നതിന് മുൻപേ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഞങ്ങൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തിയിരിക്കും. അപ്പോൾ അടുത്ത ഭരണത്തിൽ ഞങ്ങൾ വരുമ്പോൾ എന്ന അടിവര ഇത് തന്നെയാണ് 1997-98 ശമ്പള പരിഷ്കരണത്തിന് ഇവർ ചെയ്തത്. പക്ഷേ അടുത്ത ഗവൺമെൻറ് UDF ആയി പോയാലോ, UDF ഈ ധനപ്രതിസന്ധി മുഴുവനും തോളിലേറ്റി മുട്ടിൽ വീണു പോകും എന്നുള്ളതാണ്. ഒരു ഗവൺമെൻറ്റിനും സർവൈവ് ചെയ്യാൻ പറ്റാത്ത അത്ര സീരിയസ് ആയിട്ടുള്ള ധനപ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരളം നിലകൊള്ളുന്നത്. അത് ഈ ബജറ്റ് മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എങ്ങും തൊടാതെ കുറേ പദ്ധതികൾ അതേ സമയത്ത് വളരെ സീരിയസ് ആയി വന്നാൽ നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്ന പല പദ്ധതികളും ഈ ബജറ്റിലുണ്ട്. പക്ഷെ നിലം തൊടുമോ എന്നുള്ളത് വർഷാവസാനമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ